എന്താണ് പ്രോട്ടോൺ തെറാപ്പി എന്ന ചോദ്യം എല്ലാവരുടെ മനസ്സിലും നിലനിൽക്കുന്നുണ്ട്. ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു തെറാപ്പിയാണ് എന്നാണ് എല്ലാവരും പ്രതികരിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി ചെയ്യുകയും ക്യാൻസർ രോഗികൾ പ്രത്യേകമായി എടുത്തു ചെയ്യുന്നതുമാണ് റേഡിയേഷൻ എന്നത്. അതിനേക്കാൾ കൂടിയതും അതുപോലെ പെട്ടെന്ന് കോശങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പ്രോട്ടോൺ തെറാപ്പി എന്ന് പറയുന്നത്. ദിവസം 50 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ സാധാരണക്കാർക്ക് എത്താൻ പറ്റാത്ത ഉയരമാണ് എന്ന് പറയുന്നത്. മമ്മൂട്ടി എന്ന നടനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് തീർക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെയും റിലീസിന് ലൈനപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവരുടെയൊക്കെ തന്നെ വിശ്വാസമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വേഗം ചികിത്സിച്ചേ മതിയാകും. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് ഇതിന് സാധിക്കുക. ദിവസേന 50 ലക്ഷം രൂപയാണ് പ്രോട്ടോൺ തെറാപ്പിക്കുള്ളത്. അതുകൂടാതെ തന്നെ ആ ആശുപത്രിയുടെ ചിലവും ഇതിൻ്റെ കൂടെ വരും. അതൊക്കെ കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം 1 കോടിക്ക് അടുപ്പിച്ച് തന്നെ ഇദ്ദേഹത്തിന് ചിലവുകൾ വരും. മമ്മൂട്ടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം നന്നായി തന്നെ, കാരണം അദ്ദേഹത്തിൻ്റെ 72ാമത്തെ വയസ്സിലാണ് ഈ അസുഖം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പ്രായം അത്രയേറെ ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇപ്പോൾ മമ്മൂട്ടി എത്രയും ഭേദമായി തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഈ അസുഖത്തിൻ്റെ തുടക്കമായതുകൊണ്ട് തന്നെയാണ് വേഗം ഇത് മാറ്റാൻ സാധിക്കുമെന്ന് പറയുന്നത്. ആ ഒരു ആത്മവിശ്വാസം ആരാധകർക്കുമുണ്ട്. എപ്പോഴും ചെക്കപ്പുകൾ നടത്തുന്നൊരു വ്യക്തിയായതുകൊണ്ടും മാസങ്ങൾക്ക് ഒരിക്കൽ തന്നെ ചെക്കപ്പ് നടത്തുകയും അത് മുടക്കാതെ ചെയ്യുന്നൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിനു മുൻപ് അസുഖം ഉണ്ടായിരുന്നുവെങ്കിൽ കണ്ടുപിടിക്കുമായിരുന്നു. എന്നാൽ ഇതുവരെ കണ്ടുപിടിക്കാത്തത് കൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിന് ആദ്യമായി വരുന്നതാണെന്നും അതുപോലെ അദ്ദേഹത്തിന് ഇപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ആണെന്നും മനസ്സിലാക്കുന്നു. ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർക്ക് ഇത് വളരെയധികം പ്രിയങ്കരമായ ഒന്ന് എന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. കാരണം ആരാധകർ ഇപ്പോൾ മമ്മൂട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. എത്രയും പെട്ടെന്ന് മമ്മൂട്ടി ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. അവരുടെ ആഗ്രഹം എല്ലാം തന്നെ ഇതിലൂടെ സബലീകരിച്ച് തരുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത വാർത്ത തന്നെയാണ് ഇതെന്ന് പറയുന്നു. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത തന്നെയാണെന്നും പറയുന്നുണ്ട്. മമ്മൂട്ടിയോടുള്ള സ്നേഹം പ്രേക്ഷകർ ഇപ്പോൾ അറിയിക്കുന്നത് ഇത്തരത്തിലൂടെയാണ്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമെന്ന നിലയിൽ മമ്മൂട്ടിയുടെ വാർത്തകൾ എല്ലാം ആരാധകർ പരസ്പരം പങ്കുവെക്കുന്നു. അതിലൂടെ പ്രേക്ഷകരും വാർത്തകൾ കാണുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ മമ്മൂട്ടി ഇപ്പോൾ എല്ലാ വിശേഷങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ല. അദ്ദേഹം ഇപ്പോൾ ആശുപത്രി തിരക്കിലാണ്. ഈ കുടുംബം ഒന്നും തന്നെ ഇതുവരെ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇവരെല്ലാവരും തന്നെ മമ്മൂട്ടിയോടൊപ്പം ആശുപത്രി തിരക്കിലായതുകൊണ്ടാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു. ഇതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യുന്ന വിഷയമായി മാറുകയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഈ അസുഖം. ഇവരെന്നാണ് നമ്മളോട് കാര്യങ്ങൾ തുറന്നു പറയുക എന്നാണ് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നത്. പ്രേക്ഷകർക്കും ഇപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് അറിയേണ്ടതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.